ഹായ് ഫ്രണ്ട്സ്, പിപ്പി സ്ലോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ 5ാമത്തെ യാത്രയുടെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ഹൈദരാബാദിൽ ഫിലിം സിറ്റിയിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ വരുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഇന്നലെ നമ്മൾ വന്ന സ്ഥലം അറിയാലോ. ഇന്നലെ രാത്രി നമ്മൾ വന്നത് നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ വില്ലയിലാണ് വന്നത്. അദ്ദേഹമാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഫ്ലാറ്റിൽ എൻ്റെ പുറകിൽ കാണുന്ന ഫ്ലാറ്റ് കണ്ടോ, ആ പുറകിൽ കാണുന്ന ഫ്ലാറ്റിലാണ് നമ്മൾ താമസിച്ചത്. നമുക്ക് 2 ബെഡ്റൂം ഉള്ളൊരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ താമസം കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ വൈകിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് നമ്മൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ 2 പേരും മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ, ഒരാൾ റിട്ടയേർഡായിട്ട് അദ്ദേഹം ബിർളയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഈ പുറകിൽ കാണുന്ന ഫ്ലാറ്റിൽ വന്നതും അവിടെ താമസിച്ചതും. ഇവിടെ 2 ദിവസം ഞങ്ങളുണ്ടാകും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ടൂറെന്ന് പറയുന്നത് ഹൈദരാബാദ് ഫിലിം സിറ്റിയാണ്. ഫിലിം സിറ്റി പോകാനുള്ള തിരക്കിലാണ്. രാവിലെ ഇവിടുന്ന് പുറപ്പെടണം, 8 മണിയാകാറായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉടനെ പുറപ്പെടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിലിം സിറ്റിയാണ്. ഹൈദരാബാദ് ഫിലിം സിറ്റിയുടെ വീഡിയോസുമായിട്ട് പിപ്പീസ് വ്ളോഗ് കടന്നു വരുന്നതായിരിക്കും. എല്ലാവർക്കും പിപ്പീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി എല്ലാവരും വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആൻഡ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്, ഹൈദരാബാദിലേക്കുള്ള യാത്ര. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഫിലിം സിറ്റിയിലേക്കുള്ള ശരിക്കും ആ എൻട്രി ചെയ്ത ടൈമും കൂടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഫിലിം സിറ്റിയുടെ ടൈം. അപ്പോൾ നമ്മൾ മാക്സിമം കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ 9 മണിക്ക് തന്നെ നമ്മളവിടെ ഉണ്ടായിരിക്കണം. 9 മണിക്ക് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കണം എന്നുള്ളതാണ്. എന്നാലും മാക്സിമം കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1350 പ്ലസ് GST ആണ്. ഏകദേശം ഒരു 1600 രൂപ താഴെ വന്നു. രസകരമായൊരു ലൊക്കേഷനാണ്. ബിർള ഗ്രൂപ്പിൻ്റെ ഒരു ഓഫീസും അതിൻ്റെ കെട്ടിടങ്ങളും അതിൻ്റെ ഓഫീസും ഇത് കണ്ട രസകരമായ കാഴ്ചകൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നാളെ ഇവിടെ നമ്മളിവിടെ മൊത്തം ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ തിരക്കായതുകൊണ്ടാണ് സമയം കിട്ടാത്തത്. രസകരമായ പൂന്തോട്ടങ്ങളടങ്ങിയ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു ഓഫീസും അതേപോലെ കോളേജും ഒക്കെ ഉണ്ട്. ഇതിലാണ് കയറേണ്ടത് മോനെ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഫിലിം സിറ്റിയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. നാഗപ്പൂർ ഹൈവേയിലേക്കാണ് കയറിയേക്കണത്. നാഗപ്പൂർ ഹൈവേ. മുകളിൽ എക്സ്പ്രസ് ഹൈവേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിൽ എക്സ്പ്രസ് ഹൈവേ, താഴേൽ NH44. നാഗപ്പൂർ എക്സ്പ്രസ് ഹൈവേ. ഇത് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയെന്നു. ഇത് എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് കയറിയേക്കണേ. ഇത് എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് കയറിയേക്കണ മോനെ. എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് കയറിയേക്കണേ. കണ്ട അടിപൊളിയാണ് ട്ടാ. പൊളി റോഡാണ്, പൊളി റോഡ്. ഫിലിം സിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഫിലിം സിറ്റിയിലേക്കുള്ള റോഡാണിത്. അതായത് ഇതിലെ തിരക്കൊന്നുമില്ല, വാഹനങ്ങളൊന്നും കാണുന്നില്ല. സമയം 9 മണി ആയിട്ടുണ്ട്. 9 മണി ആയിട്ടില്ല. പക്ഷേ അപ്പോഴും ഈ റോഡിൽ തിരക്കില്ല. രാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള എൻട്രൻസ് വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാമോജി ഫിലിം സിറ്റിയിലോടുന്ന രാമോജിയുടെ ഒരു വണ്ടി പോകുന്നത് നമുക്ക് കാണാം.
രാമോജിയിലേക്കുള്ള വണ്ടി. രാമോജിയുടെ സ്വന്തം വണ്ടി. തൊട്ടടുത്ത് വേറൊരു വണ്ടി കിടപ്പുണ്ട്. ഫിലിം സിറ്റിയിലേക്കുള്ള റോഡിലേക്കാണ് കയറിയിരിക്കുന്നത്. പൂന്തോട്ടം കണ്ട പൂന്തോട്ടം കണ്ട പൊളിയാണ്. പൊളി അടിപൊളിയാണ്. എത്ര കളറാണ്. അയ്യോ, ഇത് വേറെ ലെവൽ, ഒന്നും പറയാനില്ല, പൊളിയാണ്. അതിലേക്കുള്ള വഴി തന്നെ, രാമോജിയിലേക്കുള്ള വഴിയിലാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര സംഭവമാണത്. ഇതൊക്കെ ശരിക്കും പരിരക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ. എന്താ കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സുഖം തോന്നി കേട്ടോ. നല്ല രസകരമായ രീതിയിൽ പൂന്തോട്ടം അണിയിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ്. ഗാർഡൻ പൊളിയാണ്. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി അവിടേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. വണ്ടി ഞങ്ങളിവിടെ നിർത്തി ഇനി ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ, നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ട് എന്ന് പറയുന്നത്, നോക്കത്താ ദൂരത്ത് വാഹനങ്ങൾ കിടക്കുന്ന കണ്ടില്ലേ. കൂടാണ്ട് നമ്മുടെ എന്താ പറയുന്ന രാമോജിയുടെ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്കിവിടെ ചോദിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് ചെന്നിട്ട് വേണം വാഹനത്തിലേക്ക് രാമോജിയുടെ ബസ്സിലേക്ക് കയറാനായിട്ട്. ആ ബസ്സിലായിരിക്കുള്ളൂ നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. കൂടുതൽ ഡീറ്റെയിലൊക്കെ പറയാം. എന്തായാലും നമ്മുടെ ആളുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇറങ്ങി വരുന്നു. പിന്നെ സെക്യൂരിറ്റിയോട് ചോദിക്കാം. വണ്ടി പോകും. തണുപ്പുണ്ട് വണ്ടിയുടെ നിന്ന് മഞ്ഞിട്ട് വെള്ളം കുടിച്ച് രാവിലെ തന്നെ എല്ലാവരും ഒക്കെ വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിച്ചു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിന്റെ യൂട്യൂബ് ചാനലല്ല, സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ് ക്യാമറ. ഞങ്ങളുടെ ഇപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ പോകുന്നത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ് കേട്ടോ. ഫിലിം സിറ്റിയുടെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ലൊക്കേഷനാണ് കേട്ടോ. ക്യാമറ ഭയങ്കര ലൊക്കേഷനാണ്, അടിപൊളിയാണ് ക്യാമറ. തൊപ്പി വാങ്ങിക്കുക, അവിടെ കിട്ടും. അത് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഫിലിം സിറ്റിയിൽ നമ്മൾ കയറി വരുന്ന സമയത്തെ ആദ്യം തന്നെ കാണുന്നത് ഒരു സൂപ്പർ പഞ്ചാബി ഡാൻസാണ്. നമ്മളെ വരവേൽക്കുന്നത് ആ ഒരു ഡാൻസിലൂടെയാണ്. നിങ്ങൾ കണ്ടില്ലേ, അത്ര മനോഹരമായൊരു ഡാൻസാണ് അത്. വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഇവിടെ തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ഓൺലൈൻ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റിന് സ്പെഷ്യൽ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ പോയിട്ട് വേണം ടിക്കറ്റ് വാങ്ങിക്കാൻ. കൂടാണ്ട് ഇടദിവസമാണെങ്കിൽ പോലും ഭയങ്കര തിരക്കാണ്, ഒരുപാട് ജനങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പിയാണ്, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റിക്കർ വരുന്നവരെ ഞങ്ങളങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സ്റ്റിക്കർ എടുക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോയിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഓൺലൈൻ കൗണ്ടറിൽ പോയിട്ട് നമ്മളുടെ ഒരു എൻട്രി ചെയ്യണമല്ലോ, അതിനുള്ളൊരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ വാങ്ങിച്ചു. ആ സ്റ്റിക്കർ നമുക്ക് ഇതെന്താണ് ഇങ്ങനെ പിടിക്കണത്? ഉണ്ണി കൂടെ ഉണ്ണി. നമുക്ക് മാത്രമേ ഉള്ളൂ. എങ്ങടെ ഇത് സൂക്ഷിക്കണോട്ടെ, ഇതിൽ പൊളിഞ്ഞു പോകും, പൊളിഞ്ഞു. ഇനി നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ ചെയ്തതിൻ്റെ റിപ്പോർട്ട് കാണിക്കുമ്പോൾ അവരത് സ്കാൻ ചെയ്തിട്ട് നമ്മളകത്തേക്ക് കയറ്റും. കാരണം ഇതാണ് നമ്മളുടെ ഫിലിം സിറ്റിയുടെ അകത്തേക്ക് നമ്മൾ കയറണതിൻ്റെ ഒരു മെയിൻ ഏരിയ. നല്ല വണ്ടി പോയപ്പോ അതെ, നമുക്ക് കിട്ടിയ വണ്ടി പാട്ട വണ്ടിയാണെന്ന് തോന്നുന്നു. ഇതാണ് പാട്ട വണ്ടി. അപ്പം ഞാനും കയറണം. റാമോജി ഫിലിം സിറ്റിയുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ബോർഡ് കണ്ടില്ലേ നിങ്ങൾ? എന്തൊരു മനോഹരമായ ഒരു ബോർഡല്ലേ. ഒരു സിനിമാ ലൊക്കേഷൻ മാത്രമല്ല റാമോജി എന്ന് പറഞ്ഞാൽ, സഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു അത്ഭുത ലോകം കൂടിയാണ് നമ്മുടെ റാമോജി ഫിലിം സിറ്റി. അതിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ കയറി. എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളാണ് റാമോജി ഫിലിം സിറ്റിയിൽ വരാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അവസാനം ഞങ്ങൾ ഇന്ന് റാമോജി ഫിലിം സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. പലപ്പോഴായിട്ട് നമ്മൾ റാമോജി ഫിലിം സിറ്റി കണ്ടിട്ടുണ്ട്. മലയാള സിനിമകളിൽ, തമിഴ് സിനിമകളിൽ, ഹിന്ദി സിനിമകളിൽ, തെലുങ്ക് സിനിമകളിൽ, അങ്ങനെ ഒരുപാട് സിനിമകളിലാണ് റാമോജി ഫിലിം സിറ്റി നമ്മൾ കണ്ടിരിക്കുന്നത്. നേരിട്ട് വന്ന് കാണാനായിട്ട് പലർക്കും കഴിയാറില്ല. കാരണം ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വേണം. ഏകദേശം 1100 കിലോമീറ്റർ യാത്ര ചെയ്താലേ നമ്മൾ ഈ പറയുന്ന ഈ വിസ്മയ കാഴ്ച ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. പൃഥ്വിരാജിൻ്റെ അമർ അക്ബർ അന്തോണിയിലെ ഗാനരംഗവും അതേപോലെ തന്നെ ഉദയനാണ് താരത്തിലെ നമ്മുടെ ലാലേട്ടൻ്റെ ഗാനരംഗവും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റി. ഇന്ത്യൻ സിനിമയിലെ തന്നെ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ബാഹുബലി. ബാഹുബലി സിനിമയുടെ പ്രധാന ലൊക്കേഷനാണ് റാമോജി ഫിലിം സിറ്റി. അതേപോലെ തന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ സിനിമയായിട്ടുള്ള ചെന്നൈ എക്സ്പ്രസ്, അങ്ങനെ നിരവധി സിനിമകൾ നിരന്തരം ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് റാമോജി ഫിലിം സിറ്റി. വിദേശ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തു കാണിക്കുന്ന രംഗങ്ങളാണെന്ന് പലപ്പോഴും പല സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഈ ലൊക്കേഷൻ വിദേശ രാജ്യങ്ങളാണെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. പല ലൊക്കേഷനുകളും വിദേശ രാജ്യങ്ങളിലെ ലൊക്കേഷൻ, ലണ്ടൻ ഉൾപ്പെടെയുള്ള, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ലൊക്കേഷൻ വരെ ഈ സെറ്റിലിട്ടിട്ട് സിനിമ ഷൂട്ട് ചെയ്യാറുണ്ട്. അത് സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണം ചിലവ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ ഈ ഫിലിം സിറ്റി ഷൂട്ടിങ്ങിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ ഹൈദരാബാദ് സിറ്റിയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്ററോളം ദൂരെ മാറിയാണ് ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഫിലിം സിറ്റിയിലേക്ക് വരുന്ന റോഡുകളിൽ തിരക്കില്ലാത്തത് ശരിക്കും അതൊരു ടൗണിലല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ്. കാരണം ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മരുഭൂമി പോലുള്ളൊരു സ്ഥലമാണ് ഈ ഫിലിം സിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയെടുത്തത്.
In a few minutes, we are going to present the spectacular footage of Ramoni Show. In a few minutes, we are going to present the spectacular footage of Ramoni Show. നമ്മുടെ ഫാമിലീസ് രാമോജി ഫിലിം സ്റ്റുഡിയോ സിറ്റിയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് അവർ ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്പിരിറ്റ് ഷോ രാമോജി ഷോ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയാണ്. എൻട്രൻസാണിത്. എൻട്രൻസ് നമ്മൾ ഫാമിലീസ് പലരും അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറിയാണ്. എന്താണ് സംഭവം അറിയില്ല. ഓർഡർ ഹിയർ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം. കഴിക്കാനുള്ള പ്ലേസാണ് കാണുന്ന. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അടിപ്പൻ ഹാളാണ്. നല്ല സെറ്റപ്പാണ്. ഞാൻ ഇവിടെ കൗണ്ടറിൽ വന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് സംഭവം, എന്താണ് ബിരിയാണി ഐറ്റംസിൻ്റെ കാണുന്നുണ്ട്. നോട്ട് സെൽഫ് സർവീസാണ്. ബിരിയാണി 320, വെജ് ബിരിയാണി, ചിക്കൻ ബിരിയാണി 380. അലമ്പാണ് ബിരിയാണിയാണ്. അയ്യോ, എന്താണിത്? ബിരിയാണിയുടെ പേരാണോ ഇത്? അലമ്പാണ് ബിരിയാണി. അലമ്പാന ബിരിയാണി. അലമ്പാനയല്ല, അലമ്പാന ആയിരിക്കുമെന്ന് തോന്നുന്നു ഉച്ചാരണം. അറിയില്ല. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മലയാളികൾ വായിക്കുമ്പോൾ അലമ്പാണ് ബിരിയാണി എന്ന് വായിക്കുള്ളൂ. എന്തായാലും ബിരിയാണി കാണാൻ നല്ല രസമാണ്. അലമ്പാണെന്നുള്ളത് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഈ സ്ഥലം നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? നിങ്ങൾ വല്ല കണ്ട സ്ഥലമാണോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സ്ഥലം? ഇത് നമ്മൾ രാമോജിറ അകത്തുള്ളൊരു വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ബാഹുബലി സിനിമയിൽ എന്താ പറയുന്ന നായകൻ അകത്തേക്ക് കയറുന്നുണ്ടല്ലോ, കോട്ടക്കകത്തേക്ക് കയറുന്നത്. ഇവിടെയാണ് പനമരം വെച്ചിട്ട് ഈ പനമരം വളച്ച് നേരെ നായകൻ അതിലേക്ക് പനമരം വളച്ച് അകത്തേക്ക് കോട്ടക്കകത്തേക്ക് കയറുന്ന ഒരു ലൊക്കേഷനാണിത് ബാഹുബലിയുടെ. കൂടാണ്ട് യുദ്ധം നടന്ന സ്ഥലം, ബാഹുബലിയുടെ ആ യുദ്ധം നടന്ന സ്ഥലമില്ലേ, ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് അവർ ആ യുദ്ധം നടന്ന് എന്താ പറയുന്ന
ആയിരക്കണക്കിന് ആളുകൾ കാണിച്ചിട്ടുള്ള യുദ്ധം നടന്ന ആ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ ആ ഷൂട്ടൊക്കെ നടന്നതും ഇത് തന്നെയാണ് സംഭവം കേട്ടോ. ഇവിടെ നിന്നാണ് പന വളച്ച് നായകൻ കോട്ടക്കകത്തേക്ക് കയറുന്നത്. ഏതായാലും അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബാഹുബലി സെറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബാഹുബലി സെറ്റിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ബാഹുബലി സെറ്റിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു ചെറിയ ഒരു സെറ്റ് അവിടെ ഒരുക്കി വെച്ചേക്കണത് ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തി. ഇതാണ് ബാഹുബലി സെറ്റ്. അടിപൊളിയാണ്. സംഭവമാണ് ബ്രദറെ, ഇതൊക്കെ ഒരു സംഭവമാണ്. വന്ന് കാണ്, സംഭവമാണ്. കൊട്ടാരത്തിലേക്ക് വാ. ഇതാണ് ദേവസേന നമ്മുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ ദേവസേന അയക്കണത്. ദേവസേന നമ്മൾ ചങ്ങലൊക്കെ ഇട്ടിരിക്കണം, ഒരു തരത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. പൊളിക്കുക നമ്മൾ. അടിപൊളിയാട്ടോ, സെറ്റ് അടിപൊളിയാ. കണ്ടില്ലേ എന്താ സംഭവം, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സെറ്റ് ഇങ്ങനെ കിടക്കണം. നമ്മുടെ ദേവസേന ജയിലിൽ അകപ്പെടുത്തണം. ജയിലിനകത്തേക്ക് ദേവസേന കൊണ്ടുപോകുന്നു ചങ്ങലക്കിടാനായിട്ട്. बदले कथाएं भागीरथ तेरी तरफ शिव जी चले, देख जरा ये विचित्र माया. രണ്ടായിരത്തി 2015 ഈ ബാഹുബലി സിനിമ റിലീസാവുന്നത്, ഫസ്റ്റ് സിനിമ. ഇതിൻ്റെ സെറ്റ് ഇട്ടതൊരു മലയാളിയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായൊരു സംഭവം. അത് പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സാബു സുരൽ എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടറാണ് ഇതിൻ്റെ സെറ്റ്, ബാഹുബലി സെറ്റ് ഇട്ടതും. അതിന് അദ്ദേഹത്തിന് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഈ ബാഹുബലി സിനിമ വന്നതിന് ശേഷം ഇങ്ങനൊരു മലയാളിയായിട്ടുള്ള ഒരു കലാസംവിധായകൻ ഉണ്ടെന്നുള്ളത് പലരും അറിയുന്നത് ബാഹുബലി സെറ്റ് കണ്ടതിന് ശേഷമാണ്. ഏകദേശം 4 ദേശീയ അവാർഡുകളും അതേപോലെ തന്നെ 4 സംസ്ഥാന അവാർഡുകളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് ഈ കാലയളവിൽ. കോഴിക്കോട്ടുകാരനാണ് അദ്ദേഹം. പക്ഷേ ബാഹുബലി സെറ്റ് ഒരു മലയാളിയാണ് ഇട്ടത് എന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. ഞാനും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും നമ്മൾ സിനിമ കണ്ടപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ടർ മലയാളിയാണെന്ന് അറിയുന്നത്. തേന്മാവിൻ കൊമ്പത്ത്, കാലാപ്പാനി, അതുപോലെ തന്നെ എന്തിരൻ, ഈ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹമാണ്. ഇന്ന് നമ്മുടെ ഫിലിം സിറ്റിയിലേക്ക് വരുന്നവരെ ബാഹുബലി സെറ്റ് അന്വേഷിച്ചും ബാഹുബലി സെറ്റ് കാണാനും അത് കണ്ട് അതിൻ്റെ കൂടെ സെറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും
പൽവാൾ ദേവൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും ആളുകളുടെ തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെ, ഒരു അത്ഭുത കാഴ്ചയാണ് നമ്മൾ ഈ ബാഹുബലി സെറ്റിലൂടെ നമ്മൾ കാണുന്നത്. മറക്കാനാവാത്ത, ഇവിടെ വെച്ച് നമ്മൾ മലയാളികളെ ഒരുപാട് പേരെ കണ്ടുമുട്ടി. അതിൽ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള പറവക്കാർ വരെ നമ്മൾ കണ്ടുമുട്ടി എന്നുള്ളതാണ്. രാജാവിൻ്റെ കസേരയിലിരിക്കാൻ പൊരിഞ്ഞ തിരക്കാ, ഒരു രക്ഷയില്ല. ഒരു 10-30-40 പേരാണ് ക്യൂ നിൽക്കണം. പൊരിഞ്ഞ വെയിലത്ത് സമയം 1:30 പക്ഷെ എന്താ ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇത് കണ്ട തലക്കിടിയാണ് കേട്ടോ, തലക്കിടി ഭയങ്കര തിരക്കാ, ഒരു രക്ഷയില്ല. രണ്ട് മണിയായപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫിലിം സിറ്റിയുടെ അകത്ത് തന്നെ ക്യാൻറ്റീനിൽ വന്നേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഫുഡ് ബിരിയാണിയാണ്, ഹൈദരാബാദ് ബിരിയാണി. അവിടെ ബാഹുബലി ബിരിയാണി, പിന്നെ അമരേന്ദ്ര ബാഹുബലി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ബാഹുബലി ബിരിയാണിക്ക് 1200, അമരേന്ദ്ര ബാഹുബലിക്ക് 650 ഒരു പ്ലേറ്റ്, ഫാമിലി പാക്കാണ്. എന്തായാലും ഞങ്ങളത് വാങ്ങിച്ചു. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ അവരുടെ രാമോജി വണ്ടിയിൽ കയറി. കാരണം സൈറ്റ് സീനുണ്ട്, അതൊരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി ആ കാഴ്ചകളെല്ലാം കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. 1666 ഏക്കറിലാണ് ഈ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 1996 ഫിലിം സിറ്റി ഉദ്ഘാടനം ചെയ്തത്. On your right side, two-in-one garden. From outside, it looks like Delhi's Mughal garden. From inside, Mysore Vrindavan garden. You can experience two different cities at same place. Jodha Akbar PS1 and Pelli Sannadi movies were being shot here. On your left side, Totem Pole garden, famous for birthday parties and reunion functions. On your left side, Karishma garden. According to heroine's costumes, all flowers are arranged inside this garden. On your left side, kids puzzle garden. Replaced by this jug. This jug is both attachable and detachable. On your right side, MP building, multi-purpose building. At a time, 4 movies can shot here without any disturbances. This building is used as a school entry scenes, college entry scenes, and also in court entry scenes. You can see this in Chandramukhi movie, Suryavamsam, and also in Sita Ramam. They have shown you as a heroine palace. It is shown you as Taj Mahal. If it is painted in green color, it is shown you as a masjid. On your left side, these are Bengali typical houses. You can see this in Shyam Singh Roy movie, and also in Dabang fighting scene. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമായണം, അതേപോലെ തന്നെ മഹാഭാരതം പോലുള്ള സെറ്റുകൾ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫിലിം സെറ്റിനകത്ത് ഒരുപാട് സെറ്റുകൾ നമ്മളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് രാമായണ സെറ്റ്, അതോടൊപ്പം തന്നെ മഹാഭാരതത്തിൻ്റെ സെറ്റ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്ത് വേണം, എന്തെല്ലാം കാഴ്ചകൾ അല്ല എന്തെല്ലാം സെറ്റ് വേണം എന്നുള്ളത് ഈ ഫിലിം സിറ്റിയിൽ വന്നാൽ നമുക്ക് കാണാം. ഏകദേശം ഒരു 47ഓളം സെറ്റുകൾ തന്നെയുണ്ട്. അതായത് അവർ സെറ്റ് ചെയ്യുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ തന്നെ ഒരു 47 ഉണ്ട്. അതിൻ്റെ അകത്താണ് അവരത് സെറ്റ് ചെയ്യുന്നത്. മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ എന്താ പറയുന്ന, കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങളതെല്ലാം കണ്ട് ശരിക്കും ആസ്വദിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ ഒന്ന് ഈ ഫിലിം സിറ്റിയിൽ വരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു ആഗ്രഹമാണ്. അത് പലപ്പോഴായിട്ടും പലവരും അത് സാധിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഫിലിം സിറ്റി തന്നെയാണ് ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റി. ഒന്നും പറയാനില്ല, കിടുവാണ്. എന്ത് രസകരമായിട്ടാണ് അവിടുത്തെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്.
അതേപോലെ ലൈറ്റുകൾ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല. കണ്ടിട്ട് അത്ഭുതം നമുക്ക് തോന്നും, അത്ഭുതം തോന്നിപ്പോകും. അത്ര മനോഹരമായിട്ടാണ് അവരത് ഒരുക്കിയിരിക്കുന്നത്. ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് ഒരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് സിനിമകളിൽ കാണുന്ന എന്താണോ അതാണ്, ആ സെറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഉദയനാണ് താരം എന്ന സിനിമയുടെ ഒരു സെറ്റാണത്. ഈ സെറ്റിൽ ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഉദയനാണ് താരം എന്ന സിനിമയുടെ സീനുകളൊക്കെ എടുത്തിരിക്കുന്നത്. ലാലേട്ടനും അതേപോലെ നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ ഭാവന, പിന്നെ ശ്രീനിവാസൻ, ഇവരുടെയൊക്കെ കോമ്പിനേഷൻ ഈ ലൊക്കേഷനാണ്. ഡിഗ്രി Winter Carnival Parade, Pandustan right, and bus stop area. Please go to that way. Please go to that way. Close door.
വൈകുന്നേരം ഒരു 7 മുതൽ 9 മണി വരെ ഒരു ഓപ്പൺ സ്റ്റേജിലൊരു അടിപൊളി ഡാൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ നമ്മൾ ഈ ഫിലിം സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. ഗംഭീര പെർഫോമൻസാണ് ഓരോ താരങ്ങളുടെ. അടിപൊളി ഡാൻസ്, സൂപ്പർ. ഇന്നത്തെ നമ്മളുടെ രാമോജി റാവു ഫിലിം സിറ്റിയുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം കണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതോടൊപ്പം വിലപ്പെട്ട കമൻസും ഫിറ്റ്നസ് ബ്ലോഗിന് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.